ഇങ്ങനൊരു സംഭവം ഉണ്ടാ? ഇങ്ങനൊരു പ്രസ്ഥാനം ഇല്ല, പക്ഷെ ഷാഫി പറമ്പിലുണ്ട്. സാറാണ് സാറേ ഞങ്ങളുടെ സാറ്. സാറാണ് ഞങ്ങളുടെ പാർട്ടിയിലെ കിങ് മേക്കർ. എന്തായാലും പാർട്ടിയുടെ യൂത്ത് വിങ്ങിന് സാറിനെ കുറിച്ച് ഭയങ്കര മതിപ്പാ. ഷാഫിയുടെ സോൾഗഡി മാങ്കൂട്ടത്തിന് വെയിൻ ഡിസോർഡർ ആണെങ്കിൽ, അതായത് ഞരമ്പ് രോഗമാണെങ്കിൽ, ഷാഫിക്ക് അറ്റൻഷൻ ഡിസോർഡർ ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ തലയൊക്കെ തല്ലിപ്പൊളിക്കൂ. അല്ല, തലയല്ല, സോറി, മൂക്കൊക്കെ തല്ലിപ്പൊളിക്കൂ. മൂക്കേ അതിൽ സംശയിക്കാനൊന്നുമില്ല, അയാൾ പൊളിക്കും. കാരണം ഷാഫി പറമ്പിലെ ആധുനികവൽക്കരിച്ച സതീശൻ കഞ്ഞിക്കുഴിയാണ്. ആളുകളുടെ ലോജിക്കിനെ വെല്ലുവിളിക്കുകയാണ് ഇവർ. അതെ, അതെന്നെ ഞങ്ങൾക്കും ചോദിക്കാള്. നിങ്ങളെന്താ ഞങ്ങളെ പൊട്ടന്മാരാക്കുക? ഒറ്റ ചോദ്യം, ബോംബ് പൊട്ടിയോ? ഇത്ര ഒരു എങ്ങനെ എനിക്ക് എന്നെ പറയേണ്ട വാക്ക് എന്താന്ന് എനിക്ക് അറിയില്ല. ഇയാളെന്തൊരു ഉത്തരം തരാത്ത? ബോംബ് ഇട്ടോന്ന്? ഞാനൊരു കാര്യം പറയാം, ഇവിടെ പോലീസിന്റെ ഗ്രനേഡ് ഞങ്ങളുടെ കയ്യിലുള്ള ബോംബാക്കി മാറ്റാനുള്ള കള്ളക്കഥയും. ആ വീഡിയോ ഒന്ന് വെച്ചേ, സ്ലോ മോഷൻ. അപ്പൊ പൊട്ടി. നെക്സ്റ്റ് വീഡിയോ ഓൺ ദ സ്ക്രീൻ. ലാത്തി വരുന്നുണ്ട്, പക്ഷെ ലാത്തി തലയുടെ മേലെയല്ല മുട്ടണത്, വേറൊരു ലാത്തിയുടെ മുള്ള. അപ്പൊ ഷാഫിയുടെ വാദോ? അതിനുള്ള ഉത്തരം ഇവിടെ ആശാശരത്ത് തരും. അയാൾ പുനരാവിഷ്കരിച്ചു. സിനിമയുടെ പ്രത്യേകത എന്താ? ദൃശ്യം. ഒരു ദൃശ്യം മനസ്സിൽ പതിയുന്ന ആഴത്തിൽ മറ്റൊന്നും പതിയില്ല. ഇനിയിപ്പോ ലാത്തി കൊണ്ട് അടിച്ചു തന്നെ വിചാരിക്കട്ടെ. എന്റെ ഒരു സംശയം, ഈ ലാത്തി കൊണ്ട് അടിക്കുമ്പോ തലയിലല്ല അടി വരിക? ഇയാളിങ്ങനെ മൂക്ക് വെച്ചിട്ടാണോ ലാത്തി തടഞ്ഞ്? അല്ല, മൂക്കത്തടി വീഴാനേ എന്തുട്ടാടോ? സാധനം പൊളിഞ്ഞെന്തായാലും. ഇതൊരു മാതിരി വേലി കിടന്ന പാമ്പിനെടുത്ത് മറ്റടുത്ത് വെച്ച പോലായി. അല്ല, നമ്മൾ ഈ വീഡിയോയുടെ ഒറിജിനൽ പുറത്തുവിട്ട സ്ഥിതിക്ക് ഇനിയിപ്പോ മൂപ്പരെന്തുട്ടാ പറയണാവോ? അങ്ങനെയാണെങ്കിൽ സെറ്റ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ കള്ളം പറയാന്ന് വിചാരിക്കും.